അന്നത്തെ അറബികൾ വിവിധ കാരണങ്ങൾക്ക് വേണ്ടിയാണ് മുലകുടി ഇങ്ങനെ സ്ത്രീകളുടെ അടുത്ത് കൊടുത്ത് ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് അയച്ചിരുന്നത്. അതിലൊന്ന്, ഈ മക്ക എന്നൊരു നഗരമാണ്, ആ നഗരത്തിൽ പല ആളുകളും വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു മോശം കൂട്ടുകെട്ട്, അതുപോലെ തന്നെ മോശം ഒരു കാലാവസ്ഥ നിന്ന് മാറി കുറച്ച് ശാന്തമായ കാലാവസ്ഥയിൽ കുട്ടി വളരുക, അതൊരു ഇതാണ്. ഗ്രാമമാണ്, അപ്പോൾ അവിടെ വേറെ വലിയ ഈ മക്കയിലുള്ളവരുടെ ചന്തകളോ കച്ചവടങ്ങളോ കള്ളത്തരങ്ങളോ ഒക്കെ കുറയും. അപ്പോൾ അവിടെയുള്ള ചെറിയ ജോലികൾ, ചെറിയ കാര്യങ്ങൾ, ചെറിയ നാട്ടുപ്രദേശം, അവിടെ ഇങ്ങനെ വളരുക, അവിടെയുള്ള കുട്ടികളുമായി മാത്രം കൂട്ടുകൂടി അങ്ങനെ വളരാൻ വേണ്ടി. പിന്നെ സ്വന്തം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അതും നമുക്ക് കാണാൻ കഴിയും. മക്കയിലുണ്ടായിരുന്ന പോലത്തെ, മക്ക എന്ന് പറയുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കച്ചവട സംഘങ്ങൾ വരുന്ന സ്ഥലമാണ്, ഒരു പട്ടണം. അപ്പോൾ അവിടേക്ക് പല രോഗങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ നാട്ടുപ്രദേശമാകുമ്പോൾ അത് താരതമ്യേന കുറയും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം ഭാഷയിലുള്ള ഒരു ശുദ്ധി, അത് ഗ്രാമീണ പ്രദേശത്താകുമ്പോൾ കുറച്ചും കൂടി വർദ്ധിക്കും. മക്ക പോലുള്ള പല ഭാഷാ ശൈലികളും നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ശുദ്ധമായ അറബി ഭാഷ, അത് ഈ അറബി ഗ്രാമീണ അറബികളുടെ അറബി ഭാഷയ്ക്ക് പ്രത്യേകതയുണ്ട്. അത് ഒരു അറബിയുടെ യാതൊരുവിധ പാഠങ്ങൾ പഠിച്ചില്ലെങ്കിലും, ഇന്ന് നമ്മൾ കാണുന്ന അറബി സാഹിത്യത്തിൻ്റെ ഏത് ഗ്രന്ഥങ്ങൾ വായിച്ചില്ലെങ്കിലും, അറാബികളായ ഗ്രാമീണരായ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ വിശുദ്ധ ഖുർആനിൻ്റെ സാഹിത്യ ഭംഗി പോലും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ അത്രത്തോളം ജന്മന അവരുടെ ഈ വളർച്ചയും അവരുടെ ഈ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് അവർ ഭാഷയിൽ വളരെ ഉന്നത സ്ഥാനം കൈവരിച്ചവരായിരുന്നു. അവരിന്നത്തെ പോലെ ഈ അറബി ഭാഷ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുൻപ് തന്നെ അറബി ഭാഷ ഒരു സമ്പൂർണ്ണ ഭാഷ എന്ന രൂപത്തിൽ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എന്ന് വേണ്ട, 10ാം ക്ലാസ് കഴിഞ്ഞ് അഫ്ളലുൽ ഉലമ പ്രിലിമിനറി തൊട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ അറബി ഭാഷയിലെ ഏറ്റവും പഴക്കമുള്ള മുഅല്ലഖാത്ത് എന്ന് പറയുന്ന കവിതകൾ പഠിക്കാറുണ്ട്. മുഅല്ലഖാത്ത് എന്ന് പറഞ്ഞാൽ അത് ചില പണ്ഡിതന്മാർ 7 കവിതകളാണ്, 7 മുഅല്ലഖാണുള്ളത്, ചിലർ 10 മുഅല്ലഖകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ പുരാതന കവിതകളാണ്, അറബി ഭാഷാ സാഹിത്യത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന കവിതകൾ. ഈ കവിതകൾ രചിച്ച കാലഗണനയായി ചരിത്രകാരന്മാർ എഴുതുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിനും 150 or 200 കൊല്ലങ്ങൾക്കിടയിലാണ്. അന്നത്തെ കാലത്ത് പ്രവാചക ജനനത്തിന് മുൻപ് തന്നെ അറബി ഭാഷ കൈവരിച്ചിരുന്ന ഒരു സമ്പൂർണ്ണ ഒരിതുണ്ട്, ഒരു സാഹിത്യ ഭംഗി. ഇന്ന് പോലും അറബി ഭാഷയുടെ പദങ്ങളിലുള്ള വ്യാപ്തി പല ആധുനിക ഭാഷകളിലും ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനും പദങ്ങളുള്ളപ്പോൾ അറബിയിൽ കോടിക്കണക്കിനാണ് പദങ്ങളുള്ളത്. അറബി ഭാഷയുടെ ഒരു അന്നു മുതലേയുള്ള ഒരു സമ്പൂർണത, ഒരു സാഹിത്യപരമായിട്ടും അതുപോലെ തന്നെ ഭാഷാപരമായിട്ടും വലിയ ആശയങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഒക്കെ അന്നു മുതലേ അറബി ഭാഷയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ അറബികൾക്കിടയിലും സാധാരണ ഭാഷയും നല്ല ഭാഷയുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിൽക്കാലത്തൊരു പ്രവാചകനാകാനുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഭാഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടാകണം. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമീണ പ്രദേശത്ത് മറ്റെല്ലാ അറബികളെ പോലെ തന്നെയും നല്ല ഭാഷയും കൂടി സ്വായത്തമാക്കുക ചെറിയ കുട്ടികൾ എന്ന നിലക്ക് ആയിരുന്നു അന്നത്തെ അറബികൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് തൻ്റെ ചെറിയ കുഞ്ഞുങ്ങളെ, മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ മുലകുടിപ്പിക്കുന്ന സ്ത്രീകളുടെ കയ്യിൽ കൊടുത്തയച്ചിരുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയും. അതുപോലുള്ള മറ്റൊരുപാട് കാര്യങ്ങൾ, ആരോഗ്യപരമായും മറ്റുമുള്ള പല കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പിൽക്കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അത് വിശുദ്ധ ഖുർആനിലെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ്റെ ഭാഷാശുദ്ധി, വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷാശുദ്ധി, ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി. മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായത്, ആളുകൾക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന, വളരെ ക്ലിയറായി കാര്യങ്ങൾ പറയുന്ന, ഒരാൾക്ക് മനസ്സിലാക്കാൻ വളരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത നല്ല ശുദ്ധമായ വ്യക്തമായ അറബിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പം മുതലേ പഠിച്ചു വന്നും വളർന്നു വന്നു. അത് പിൽക്കാലത്ത് പ്രവാചക ജീവിതത്തിൽ, പ്രബോധനത്തിൽ, ഹദീസുകൾ സ്വഹാബികൾ രേഖപ്പെടുത്തിയെടുക്കുന്നതിലൊക്കെ സഹായകമായിട്ടുണ്ട് പ്രവാചകൻ്റെ ഈ ഭാഷാശുദ്ധി.